പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കും അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി തീരുവ കൂട്ടിയ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ കൂട്ടി കാനഡയും തിരിച്ചടിച്ചു. തീരുവ കൂട്ടുന്ന കാര്യം മെക്സിക്കോയും ആലോചിക്കുന്നുണ്ട്. US-നെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈന അറിയിച്ചു. അതിനിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും നികുതി ചുമത്തുമെന്ന് ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിൽ തന്നെ ഈ പരസ്പരമുള്ള ഈ ഒരു പോര് അല്ലെങ്കിൽ തീരുവ കൂട്ടുന്ന രീതി, ആ ഒരു മാറ്റം ഏത് രീതിയിലായിരിക്കും പ്രകടമാവുക? നേരത്തെ തന്നെ ഈ പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. മെക്സിക്കോക്കെതിരെ, കാനഡയ്ക്കെതിരെ, ചൈനയ്ക്കെതിരെയെല്ലാം ഇറക്കുമതി തീരുവ കൂട്ടും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അധികാരത്തിലേറി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്ക് അത് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒപ്പിട്ട ഈ തീരുമാനം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിന് ചില കാരണങ്ങളാണ് ട്രംപ് പറയുന്നത്. മെക്സിക്കോയിൽ നിന്നും അതേപോലെ തന്നെ കാനഡയിൽ നിന്നും അനധികൃതമായ ലഹരി മരുന്നുകൾ അമേരിക്കയിലേക്ക് എത്തുന്നു, അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു നടപടിയിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. എപ്പോൾ ഇത് നിൽക്കുന്നുവോ ആ സമയത്ത് ഇതിൽ നിന്നും പിന്മാറും എന്ന് കൂടി ട്രംപ് പറയുന്നുണ്ട്. ചൈനയുമായുള്ള പ്രശ്നം അവിടെ നിന്നുള്ള അനധികൃതമായുള്ള കുടിയേറ്റം എന്നുള്ളതല്ല, അതിലപ്പുറം പലതരത്തിലുള്ള തീരുമാനങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ 60%-ലധികം തീരുവ കൂട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 10% മാത്രമാണ് ചൈനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. കാനഡയ്ക്കും മെക്സിക്കോക്കും 25% തീരുവ കൂട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ കാനഡ മാത്രമാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ വികാരാധീനനായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം നടത്തി. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധം അദ്ദേഹം എടുത്തു പറഞ്ഞു. അത്തരമൊരു ബന്ധമുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇത്തരമൊരു ശത്രുത പ്രഖ്യാപിച്ചത് അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നുവരെ ജസ്റ്റിൻ ട്രൂഡോ പറയുകയുണ്ടായി. 25% തീരുവ കൂട്ടിക്കൊണ്ടാണ് കാനഡ ഇത്തരമൊരു നിലപാടിനോട് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയും ഉടനടി എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ ബി ആലോചിക്കുന്നു എന്നാണ് മെക്സിക്കോ പറയുന്നത്. എന്നാൽ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിക്കും എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ട്രംപിൻ്റെ ഭീഷണി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ ടാരിഫ് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് UK ഒഴിവാക്കുന്നു. UK-യുമായി നല്ല ബന്ധമാണ് ഉള്ളത് എന്നും കെയർ സ്റ്റാർമർ നല്ല പ്രധാനമന്ത്രിയാണ് എന്നും കൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഈ തീരുമാനം അമേരിക്കക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അമേരിക്കയുടെ വ്യാപാര രംഗത്ത് ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും കാനഡയിൽ നിന്നും അതേപോലെ തന്നെ മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, അമേരിക്കയുടെ പൗരന്മാർക്ക് സാധനങ്ങളുടെ കാര്യത്തിൽ വലിയ വിലവർധന ഉണ്ടാകും. പക്ഷേ അത് ചെറിയ ഒരു കാലത്തേക്ക് അത് സഹിക്കണം എന്ന് ട്രംപ് പറയുന്നു. വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് താൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ, ഉപഭോക്താക്കൾ അത് സഹിക്കണം എന്ന് പറയുകയാണ്. ഈ പ്രശ്നങ്ങൾ അമേരിക്കയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്.